ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ സമഗ്ര മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ വൈകുന്നുവെന്ന പരാതിയെ തുടർന്നാണ് പുതിയ നീക്കം. ടെസ്റ്റുകളുടെ എണ്ണം പ്രതിദിനം 40-ൽ നിന്ന് 50 ഉയർത്തിയിട്ടുണ്ട്. അടുത്ത 3 മാസത്തേക്ക് ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും. നിരീക്ഷണത്തിനായി ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട സ്ലോട്ട് വിഭജനം ഇങ്ങനെയാണ്. പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ 28, റീ ടെസ്റ്റുകൾ 20, വിദേശത്തേക്ക് ജോലിക്കോ പഠനത്തിനോ പോകുന്നവർക്കായി 2 എണ്ണവും മാറ്റിവെച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റുകളിലെ പ്രധാന മാറ്റങ്ങൾ ഇവയാണ്. പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് സ്ലോട്ടുകൾ ബുക്കിംഗ് തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കും. 8 ദിവസത്തിനുള്ളിൽ റീടെസ്റ്റ് ഡ്രൈവിംഗ് ലൈസൻസ് സ്ലോട്ടുകളും ലഭ്യമാക്കും. ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് സ്ലോട്ടുകൾ 3 ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കും. ഡ്രൈവിംഗ് ടെസ്റ്റും ഫിറ്റ്നസ് പരിശോധനയും ഒരേ ദിവസം പാടില്ലെന്ന നിബന്ധനയും ഇനിയില്ല. 3 മാസം കൊണ്ട് കെട്ടിക്കിടക്കുന്ന അപേക്ഷയിൽ തീർപ്പുണ്ടാക്കണമെന്നാണ് ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശം. ആദ്യ ടെസ്റ്റ് തോറ്റാൽ 8 ദിവസത്തിനകം രണ്ടാം ടെസ്റ്റിന് സമയം നൽകണം. ലേണേഴ്സ് അപേക്ഷ ലഭിച്ച് 3 ദിവസത്തിനുള്ളിൽ ടെസ്റ്റിനുള്ള തീയതി നൽകണം. ലേണേഴ്സ് സ്ലോട്ടുകളുടെ എണ്ണവും വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തട്ടിപ്പ് തടയാനായി ലേണേഴ്സ് പരീക്ഷയ്ക്ക് ഫേഷ്യൽ റെക്കഗ്നിഷൻ സംവിധാനവും ഒരുങ്ങുന്നുണ്ടെന്നാണ് വിവരം. MVD ഹാളുകളിൽ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഇനി മൊബൈൽ ഫോൺ വഴി പരീക്ഷ അനുവദിക്കൂ. ഉദ്യോഗസ്ഥർക്ക് കോടതി ഡ്യൂട്ടിയുണ്ടെങ്കിൽ എൻഫോഴ്സ്മെന്റിൽ നിന്ന് പകരം ആളുകളെ നിയോഗിക്കും. 3 മാസത്തിനു ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റിൽ പുതിയ പരിഷ്കാരം കൊണ്ടുവരാനാണ് ആലോചിക്കുന്നത്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.